ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു മാംഗോ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ വീട്ടിലത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരം ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാൻ പകുതി കണ്ടൻസ് മിൽക്കും പകുതി പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനെ നന്നായിട്ട് ഒന്ന് കലക്കി വെക്കണം. അത് കഴിഞ്ഞ് മറ്റൊരു പാത്രത്തിൽ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു പാത്രത്തിൽ കട്ട് ചെയ്ത് അതിലൊരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ചൈന ഗ്രാസ് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് ശേഷം അതിനെ മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാത്രത്തിലേക്ക് ഇത് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതിനെ അങ്ങ് മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ പാലിനെ നമുക്ക് ചൂടാക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ പാലിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പാല് നല്ല ചൂടായി വരുമ്പോൾ അടുത്ത അടുപ്പിൽ തന്നെ നമുക്ക് ചൈന ഗ്രാസും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ റെഡിയായി വരും. പെട്ടെന്ന് തന്നെ നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പാല് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, ചൈന ഗ്രാസ് മറ്റൊരു പാത്രത്തിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ അപ്പോൾ ഒരുമിച്ചാവും. അത് കഴിഞ്ഞ് മാങ്ങയെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയെടുത്ത് ഇത്തിരി പാല് കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാലിവിടെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിക്കുന്നതനുസരിച്ച് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് അത് പാലൊന്ന് ചെറിയ ചൂടൊന്ന് മാറി വരുന്നത് വരെ ആ സമയം കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് മാറി വരുമ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങാപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർക്കുന്നതനുസരിച്ച് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കി ഒഴിച്ചിട്ടുണ്ട്. വീട്ടിലുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒഴിച്ച് നമുക്ക് വീട്ടിലെ ആവശ്യത്തിനല്ലേ, അപ്പോൾ ഏത് പാത്രമാണോ നിങ്ങളുടെ കയ്യിലുള്ള ആ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇഷ്ടത്തിന് നമുക്കത് ഒന്ന് അതിലേക്ക് ഡെക്കറേഷൻ ചെയ്ത് ഇനി കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ച് എടുത്താൽ ഇപ്പം തന്നെ ചെറുതായിട്ട് കട്ടയായി വരുന്നുണ്ട്. കുറച്ച് തണുപ്പിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണിത്.